ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ടൈം ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ടൈം കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് കുറച്ച് ലാഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങളെല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കാം. അപ്പോൾ ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മീഷോ എന്നുള്ള ഒരുപാട് ഹോൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഹോൾ എന്ന് പറഞ്ഞാൽ സമ്മർ വിയേഴ്സിൻ്റെ ആണ് കേട്ടോ. സമ്മർ ഡ്രസ്സസിൻ്റെ ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ വരെ, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെ സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ സെയിൽ നടന്നപ്പോൾ ഞാൻ വാങ്ങിക്കൂട്ടിയ കുറച്ചധികം ഡ്രസ്സസിൻ്റെ ഹോൾ വീഡിയോ ആണ് ഇന്നത്തേത്. ഇതൊക്കെയാണ് കേട്ടോ. എല്ലാം ഒരു കോട്ടൺ അല്ലെ ഒരു റയോൺ മെറ്റീരിയലിൽ വരുന്ന ഡ്രസ്സസും ടോപ്സും ഒക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ലിങ്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിനു മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിലെ കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഷെയർ കൂടെ ചെയ്യുക. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതൊരു ട്യൂണിക്കാണ്. ട്യൂണിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആണ് കേട്ടോ. എനിക്ക് തോന്നിയിട്ടില്ല, നമ്മൾ ഈ ജീൻസൊക്കെ ഇടുന്ന ഷോർട്ട് ടോപ്സ് ഒക്കെ ഇടാൻ മടിയുള്ളവർക്ക് ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട് ഇതുപോലത്തെ ട്യൂണിക്സ് ഒക്കെ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 201 രൂപക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ട്യൂണിക്കാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്. ഇത് എക്സ്ട്രാ സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു യെല്ലോ അതുപോലെ തന്നെ പിങ്ക് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു ട്യൂണിക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. സ്ലീവ്ലെസ് ആണ് കേട്ടോ, ആദ്യം തന്നെ പറയാം. അപ്പം സ്ലീവ്സ് കാര്യങ്ങളൊന്നും അറ്റാച്ച്ഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾ സ്ലീവ്ലെസ് ഓക്കെ അവർ മാത്രം ഇത് പർച്ചേസ് ചെയ്താൽ മതി. പക്ഷെ അടിപൊളി ക്വാളിറ്റിയും കംഫർട്ടബിളും ആണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഇതുപോലെ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ബട്ടൺസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ സ്മോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബസ്റ്റ് സൈസ് 32 ആണ്. എനിക്ക് പെർഫെക്റ്റ് ആണ് കേട്ടോ. ചെറിയൊരു ലൂസൊക്കെ ഉണ്ട്. ഇങ്ങനെ ബോഡി ഹഗ്ഗിങ് അല്ല. ബാക്കിൽ ഇതുപോലെ കുറച്ച് കയറിയിട്ടുള്ളൊരു നെക്കാണ് കേട്ടോ. റൗണ്ട് തന്നെ കുറച്ച് കയറിയിട്ടുള്ള നെക്കാണ്. പിന്നെ വരുന്നത് അത്യാവശ്യം നമ്മുടെ മുട്ടിൻ്റെ മേലെയായിട്ട് ലെങ്ത്ത് വരുന്നുണ്ട്. ഇവർ പറയുന്നത് മിഡി ലെങ്ത് ആണ്. മിഡി ലെങ്ത് അല്ല, പക്ഷെ കുറച്ചൊരു എന്താ പറയുക, നമ്മൾ സാധാരണ ടോപ്പിനേക്കാളും കുറച്ചുകൂടി ഒരു ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു സൈസിന്. അപ്പം ഞാനത് ഇട്ടിട്ടുള്ള വീഡിയോ ഇവിടെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇട്ടിട്ടുള്ള ഒരു ഇത് വരുന്നത് എന്ന്. ഇങ്ങനെയാണ് വേറൊരു നോർമൽ ഒരു ലൈൻ ഒരു കട്ടിൽ വരുന്ന ഒരു നോർമൽ ഒരു ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്. മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. ഈ ഒരു ക്ലൈമറ്റിനൊക്കെ നല്ല കംഫർട്ടബിൾ തന്നെയാണ്. പിന്നെ ഈ ഒരു റേറ്റിന് എന്തായാലും വേർത്താണ് കേട്ടോ. കാരണം നമ്മൾക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 200 എബോ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പൈസക്ക് നമ്മൾക്ക് ഇതുപോലെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. കാണുമ്പോൾ കളർ പോകുന്നത് പോലെയോ ഒന്നുമില്ല. ഇനിയിപ്പോൾ വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ വേണ്ടവർ വാഷ് ചെയ്തിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനത് അപ്ലോഡ് ചെയ്യാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നതും ഒരു ട്യൂണിക് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇതാണ് ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ട്യൂണിക് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ കാണിച്ചതിന് ലൈനിങ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ സീത്രോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾക്ക് നോർമൽ വേണമെങ്കിൽ ഒരു സ്ലിപ്പ് ഇട്ടിട്ട് പെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര സീത്രോ മെറ്റീരിയൽ ഒന്നുമല്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഒരു ട്യൂണിക് ആണ് കേട്ടോ. ഇത് മറ്റേതുപോലെയല്ല. ഇതിൽ നമ്മൾക്കിവിടെ എക്സ്ട്രാ ഫ്ലെയേഴ്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എക്സ്ട്രാ സ്മോൾ തന്നെയാണ്. അപ്പോൾ 300 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എക്സ്ട്രാ സ്മോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ. മറ്റേതുപോലെ നല്ല ഫിറ്റിംഗ് അല്ല, കുറച്ചൊരു ലൂസ് വന്നിട്ടുണ്ട്. ഓരോ ബ്രാൻഡിനും ചെറിയ ചെറിയ ഡിഫറൻസ് വരുമല്ലോ. അപ്പോൾ മെറ്റീരിയൽ വരുന്നത് എഗെയിൻ കോട്ടൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വി നെക്കാണ് കേട്ടോ വരുന്നത്. പിന്നെ വി നെക്ക് ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മിററിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതാണ് തോന്നുന്നു, അല്ലെങ്കിൽ ഇനി ലേസാണോ എന്താ അറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളാണ്. എല്ലാത്തിൻ്റെയും സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നൂല് പൊന്തി വരുന്നതോ അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല. ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒരു 3/4 സ്ലീവാണ് കേട്ടോ. ഒരു ബലൂൺ ടൈപ്പ് ഓഫ് ഒരു സ്ലീവാണ് വരുന്നത്. ഇവിടെ എൻഡിൽ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു സ്ലീവാണ് കേട്ടോ. ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാകും. ഇത് നമുക്ക് എന്താ പറയുക, ജീൻസിൻ്റെ കൂടി ആയാലും വേറെ പാൻറ്റുകളുടെ കൂടിയും ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇതുപോലെ കുറച്ച് ഫ്ലെയേഴ്സ്
ഫ്ലെയേഴ്സ് വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയേഴ്സ് വരുന്നുണ്ട് കേട്ടോ. 300 രൂപക്ക് എന്തായാലും വർത്ത് തന്നെയാണ്. ലെങ്ത്ത് വരുന്നത് ഒരു നോർമൽ ഒരു ടോപ്പ് ആ ഒരു ലെങ്ത്ത് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ വരുന്നുണ്ട്. മുട്ടിൻ്റെ എബോ ആണ് ലെങ്ത്ത് വരുന്നത്. ബാക്കിൽ കഴുത്ത് കുറച്ച് കയറിയിട്ടുള്ള റൗണ്ട് നെക്കാണ് വരുന്നത്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നതും ഒരു ട്യൂണിക് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ട്യൂണിക്കിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. ഒന്നാമത് കംഫർട്ടബിൾ തന്നെയാണ്, പിന്നെ ഏത് ക്ലൈമറ്റിനും ഓക്കെ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞത് 215 രൂപക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ട്യൂണിക്കാണ് കേട്ടോ. വയലറ്റ് കളറാണ്. എടുത്തിട്ടിരിക്കുന്ന സൈസ് എഗെയിൻ എക്സ്ട്രാ സ്മോൾ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് കുറച്ച് ലൂസ് ഉണ്ട്, കാരണം എക്സ്ട്രാ സ്മോളിൽ വരുന്ന ബെസ്റ്റ് സൈസ് 34 ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട്, എന്നാലും ഒന്ന് ഓൾട്ടർ ചെയ്താൽ അത് ഓക്കെ ആവും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ഫ്ലെയർ വെച്ചിട്ടുണ്ട്, പിന്നെ വീനക്കാണ് കേട്ടോ. പിന്നെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവാണ്. ബാക്കിലും നോർമൽ കുറച്ച് കയറിയിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ വരുന്നത്. ഇത് മെറ്റീരിയൽ വന്നിട്ട് റയോൺ തന്നെയാണ്. ലൈനിങ്സ് ഒന്നും അറ്റാച്ച്ഡ് അല്ല, പക്ഷെങ്കിൽ സീ ത്രൂവോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. നമ്മൾക്ക് ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലിപ്പ് പെയർ ചെയ്യാം, അത്രയേ ഉള്ളൂ. അല്ലാതെ കുഴപ്പങ്ങളോ ഒന്നുമില്ല. അങ്ങനെ എന്താ പറയുക, ഭയങ്കരമായിട്ട് അങ്ങ് നിഴലടിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾക്ക് എല്ലാവിധ ബോട്ടംസിൻ്റെ കൂടി നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. ജീൻസ് ആയാലും നോർമൽ ട്രൗസേഴ്സ് ഒക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇട്ടാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ 215 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജേ വരുള്ളൂ. നമ്മളിപ്പം ഞാൻ ഇതുപോലത്തെ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് എടുത്തിട്ട്. അപ്പം ആ ഒരു സ്റ്റിച്ചിങ് ചാർജ് വരെ അതിലും കൂടുതലാകും, 215 കൂടുതലാകും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. പിന്നെ കളറ് പോകുന്നതിൻ്റെത് കാണുമ്പം കളർ പോകുന്ന പോലെ ഒന്നും തോന്നില്ല. ഇനിയിപ്പം വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം അടുത്തതും ഇതുപോലെ തന്നെ ഒരു ട്യൂണിക് ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന 268 രൂപക്കാണ് കേട്ടോ എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് ആണ് കേട്ടോ. എസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുള്ള ഒരു ട്യൂണിക് ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ നെക്ക് എന്ന് പറഞ്ഞ ഒരു മണ്ടാരിൻ കോളറാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയുള്ള കോളേഴ്സ് എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷർട്ടിൻ്റെ കോളറിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഇഷ്ടം ഇങ്ങനെയുള്ള കോളേഴ്സ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. സെയിം നേരത്തെ പോലെ തന്നെ ഇവിടെ ഫ്ലെയേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലെയേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയേഴ്സ് വരുന്നുണ്ട്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ബാൻഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ബലൂൺ സ്ലീവ് പോലെ തോന്നിക്കുന്ന ഒരു സ്ലീവാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു സ്ലീവ് തന്നെയാണ്. മെറ്റീരിയൽ വന്നിട്ട് വിസ്കസ് റയോൺ ആണ്, പക്ഷെ കോട്ടൺ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാം ഒരു കോട്ടൺ ഫീലാണ് തോന്നുന്നത്. ഇതിനും ലൈനിങ്സ് ഒന്നും അറ്റാച്ച്ഡ് അല്ല, പക്ഷെ സീ ത്രൂ അല്ല കേട്ടോ. ഒട്ടും സീ ത്രൂ ഒന്നും അല്ല. ഇത് നമ്മൾക്ക് എല്ലാവിധ ബോട്ടംസിൻ്റെ കൂടി നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല കംഫർട്ടബിൾ ആണ്. ജീൻസിനൊക്കെ ചെറിയ ക്രോപ്പ് ടോപ്സ് ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു റേറ്റിന് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എവിടെയും കിട്ടൂല എന്ന് തന്നെ പറയാം. അത്രക്ക് അടിപൊളിയാണ്. ഞാൻ ഇവിടെ ഈ ഒരു സെയിം മെറ്റീരിയൽ, ഈ ഒരു സെയിം ടോപ്പിൻ്റെ ഞാൻ ഒരുപാട് സൈറ്റ്സിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വലിയ വലിയ റേറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇനി ക്വാളിറ്റി വൈസ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നറിയില്ല. അതിപ്പം വല്ല കമ്പാരിസൺ വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. അപ്പം അത് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇപ്പം കാണുമ്പം ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കളർ പോകുന്നത് പോലെയൊന്നും തോന്നുന്നില്ല. അപ്പം നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ചിക്കൻ കാരി മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ക്രോപ്പ് ടോപ്പാണ്. ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് 275 റുപ്പീസിനാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ചിക്കൻ കാരി മെറ്റീരിയലാണ്. പിന്നെ ഇതിന് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബോഡി ഫുൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് അല്ലേ, അപ്പം ചിക്കൻ കാരി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ഹോളൊക്കെ ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സിൽ ലൈനിങ് കേട്ടോ. സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ഡീറ്റെയിലിംഗ്, ഒരു പഫ് എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മെറ്റീരിയലും അങ്ങനെ കളറും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുമെന്ന്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയൽ. ശരിക്കും ഞെട്ടിപ്പോയി കണ്ടപ്പം. പിന്നെ ഇവിടെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 2 റോപ്പ് പോലെ ഉണ്ട് കേട്ടോ. അത് നമ്മൾക്ക് ഇങ്ങനെ ഇവിടുത്തെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.
പിന്നെ ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് ആണ്. ഇതിൻ്റെ എസ്സും എമ്മും എല്ലും അവൈലബിൾ ആണ് കേട്ടോ സൈസസ്. ബാക്കിലും ഫ്രണ്ടിലും സെയിം ഒരു സ്ക്വയർ നെക്കാണ് കേട്ടോ വരുന്നത്, ഒരേ അളവിലുള്ള സ്ക്വയർ നെക്കാണ് വരുന്നത്. ഇത് ഞാൻ വാങ്ങുമ്പോൾ എൻ്റെ ഒരു പ്ലീറ്റഡ് സ്കേർട്ട് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പെയർ ചെയ്യാനാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട്, അത്രയേ ഉള്ളൂ. എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള പോലെ തോന്നി കേട്ടോ. നല്ല ക്വാളിറ്റിയും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾക്ക് ഈ ഒരു റേറ്റിന് കിട്ടുന്ന പോലെ തോന്നൂല. എസ്പെഷ്യലി ഈ ചിക്കൻ കാരി മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ളതാണ്. അപ്പം നല്ല രസമുള്ളൊരു എന്താ പറയുക ഒരു ബേസിക് ആയിട്ട് നമ്മളെ കയ്യിൽ വേണ്ട ഒരു വൈറ്റ് കളർ ടോപ്പായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സസ് ആണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. 320 രൂപക്ക് വാങ്ങിയിട്ടുള്ള ഒരു ക്രീം ഷെയ്ഡിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. സീരിയസ്ലി ഈ ഒരു റേറ്റിന് ഇങ്ങനെ ഒരു ഡ്രസ്സ് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയൊരു എന്താ പറയുക അത്ഭുതമായിപ്പോയി. അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ച് എത്രത്തോളം മനസ്സിലാകും എന്നറിയില്ല. ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ള വീഡിയോ ഇവിടെ കൊടുക്കും കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ക്രീം ഷെയ്ഡിൽ ഗ്രീനും യെല്ലോ പിങ്ക് ഒക്കെ വരുന്ന ഇങ്ങനെ കുറച്ചൊരു എന്താ പറയുക ഒരു ലീഫിൻ്റെയോ ഒക്കെ ഒരു ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ. ഇവിടെ ഈ ഒരു പോർഷൻ വരേക്കും നോർമലായിട്ട് വന്നിട്ട് ഇവിടെ കുറച്ച് ഫ്ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇവിടെ ഒരു ഫ്ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ 3 തട്ടായിട്ടുള്ള അങ്ങനെ ഒരു ഡ്രസ്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. ഒരു മുട്ടിന് താഴെ അല്ലെങ്കിൽ ആംഗിൾ ലെങ്ത്തിൻ്റെ ഏകദേശം അടുപ്പിച്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. 320 രൂപക്ക് ഇത് എന്തായാലും വേർത്ത് തന്നെയാണ് കേട്ടോ. ഇതിന് എങ്ങനെയായാലും നല്ല വേർത്ത് തന്നെയാണ്. പിന്നെ ഈ ഒരു ക്രീം ഷെയ്ഡാണെങ്കിലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിലും അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടില്ല കേട്ടോ. ക്രീമും വൈറ്റൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പേടി ഉണ്ടാവും എങ്ങനെയാണ്, ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കര ഡേർട്ടി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നല്ല എന്താ പറയുക ഇങ്ങനെ അയൺ ചെയ്ത് മടക്കി വെച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നെക്ക് വരുന്നത് റൗണ്ടാണ് കേട്ടോ, ബാക്കിലും റൗണ്ടാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് എസ് സൈസാണ്. എസ് ആണ് സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ സ്ലീവ് വരുന്നത് 3/4 ആണ്. ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭയങ്കര എന്താ പറയുക ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. വൈറ്റ് ക്രീം ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പെർഫെക്റ്റ് തന്നെയാണ്. അപ്പം അടുത്തത് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ജയ്പൂർ പ്രിന്റഡ് ഡ്രസ്സാണ്. ഒരു ബ്ലൂ പിങ്ക് അങ്ങനെ ഒരു കുറേ മിക്സഡ് കളേഴ്സ് വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. കിട്ടിയിട്ടുള്ളത് 343 രൂപക്കാണ് കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സൈസ് എം ആണ്. എം തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ്. എം തൊട്ട് XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഇത് വരുന്നത്. ഇവിടെ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ. ഫ്ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു 2 ലെയറായിട്ട് വരുന്ന ആ ഒരു ഫ്ലെയേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഒരു പെർഫെക്റ്റ് ഡ്രസ്സ് തന്നെയാണ്. നമ്മൾക്ക് നല്ല വൈറ്റ് ഷൂസൊക്കെ ഇട്ടിട്ട് പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഒരു ഹാഫ് സ്ലീവാണ് കേട്ടോ. ഇവിടെ എൽബോൻ്റെ അത്ര വരെ വരുന്ന ഒരു സ്ലീവാണ്. ഈ സ്ലീവ് എൻ്റെ ഇതുപോലെ എലാസ്റ്റിക് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ. പിന്നെ എം സൈസ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം ലൂസ് ഉണ്ട്. അതൊന്ന് ഓൾട്ടർ ചെയ്താലേ ശരിയാവുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ എസ് എക്സ്ട്രാ സ്മോൾ ആണ് എടുത്തിട്ടുള്ളത്. ഇത് മാത്രം ആ ഒരു സൈസ് അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് എടുക്കേണ്ടി വന്നതാണ്. ഭംഗി കണ്ടെടുത്തതാണ് കേട്ടോ. പിന്നെ ലൈനിങ്ങോ ഡ്രസ്സസിനും ലൈനിങ്ങോ കാര്യങ്ങളൊന്നും അറ്റാച്ച്ഡ് അല്ല കേട്ടോ. ലൈനിങ്ങോ കാര്യങ്ങൾ ഇല്ലെങ്കിലും സീത്രോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മൾക്ക് സ്ലിപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, അതായത് നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഇപ്പം ഞാൻ കാണിച്ച ഡ്രസ്സസിൽ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഈ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ. ഒരു ഫ്ലെയേർഡ് ആ ഒരു ഇങ്ങനെ 2 ലെയർ വരുന്ന ആ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു വി നെക്കാണ് കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് ഇതുപോലത്തെ കുറച്ച് പേൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള പേൾസ് ആണ് കേട്ടോ. ഒരു ആംഗിൾ ലെങ്ത്തിനടുത്ത് വരുന്നതാണ്. നമ്മൾക്ക് എക്സ്ട്രാ ബോട്ടംസോ കാര്യങ്ങളോ ഒന്നും വെയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കാണിച്ച ഈ 3 ഡ്രസ്സസിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാണ് കേട്ടോ. എന്തൊരു ഭംഗിയായി ഇട്ടാലും നല്ല കംഫർട്ടബിളും ആണ്. അപ്പോൾ ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് കിട്ടിയിട്ടുള്ളത് 400 രൂപക്കാണ്. ഇത് വിസ്കസ് റയോൺ ആണ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ശരിക്കും ഒരു കോട്ടൺ ഫീൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു പ്രിന്റ്
പ്രിന്റും ആ ഒരു ഫിനിഷിങ്ങും ഒക്കെ അടിപൊളി തന്നെയാണ്. ഇതും ഇതുപോലെ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ, പക്ഷെ സീത്രോ കാര്യങ്ങളോ ഒന്നും അല്ല, അടിപൊളിയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഹോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ഈ കാണിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ, ഏതെങ്കിലും കാറ്റഗറീസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.